ഹേ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഹാപ്പി അവേഴ്സ്. നമ്മൾ പലപ്പോഴായി കേൾക്കുന്നൊരു വാക്കാണ് ഭൂമിയിലെ സ്വർഗം, ഭൂമിയിലെ സ്വർഗം എന്ന്. എന്താണ് ഈ ഭൂമിയിലെ സ്വർഗം? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആക്ച്വലി എനിക്കും അതിന് പൂർണ്ണമായ ഉത്തരം എന്താണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിമനോഹരമായ ഈ ഒരു ഭൂമിയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ കാണാനും ആസ്വദിക്കാനും എല്ലാം ഉണ്ട്. അത് തന്നെയായിരിക്കാം മേ ബി ഈ ഭൂമിയിലെ സ്വർഗം എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു സ്വർഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. യെസ്, നമ്മുടെ വടക്കാഞ്ചേരിയിലുള്ള തൂമാനം വാട്ടർഫോൾസാണിത്. ഒരുപാട് പേർക്ക് അറിയായിരിക്കാം, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് വരുന്നത്. മഴക്കാലമാകുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ നീരുറവകളിൽ നിന്ന് വെള്ളച്ചാട്ടം ഉണ്ടാവും. അപ്പോൾ ആ നാട്ടിലുള്ള ആളുകളെല്ലാവരും അത് പോയി ആസ്വദിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതാ കണ്ടോ, മോളിൽ നിന്നൊരു പയ്യൻ ചാടുന്നത്? അത് നമ്മുടെ നാട്ടിലുള്ള പയ്യൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ധൈര്യപൂർവ്വം അതിലേക്ക് ചാടുന്നത്. പുറത്ത് നിന്ന് ആളുകൾ വന്നിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റി എന്ന് വരില്ലായിരിക്കും. കുറച്ച് ഡേഞ്ചറാണ്, പാറക്കല്ലുകളൊക്കെ ഉണ്ട്. എനിവേ, നമ്മൾ വന്നേക്കുന്നത് ഷാനുവിന് ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ. അവനൊരുപാട് ഇഷ്ടമാണ് ഇതുപോലെ വെള്ളത്തിലെല്ലാം കളിക്കാനും എൻജോയ് ചെയ്യാനെല്ലാം. നമുക്കും ഇഷ്ടമാണ്. പക്ഷെ അവനെ കൊച്ചിലെ തന്നെ നമ്മൾ പ്രകൃതിയുമായിട്ട് കൂടുതൽ ചേർത്തുകൊണ്ടാണ് വളർത്തുന്നത്. സാധാരണ ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾ ഈ ഫ്ലാറ്റ് ജീവിതമൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് പുറമേക്കുള്ള സഹവാസം കുറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വേണ്ട എന്ന് കരുതിക്കൊണ്ട് ഷാനുവിന് ഇതെല്ലാം മാക്സിമം എൻജോയ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ വരുന്നത്. വെള്ളത്തിനോട് ഇഷ്ടമില്ലാത്തതായിട്ട് ആരാണല്ലേ ഉള്ളത്? അങ്ങനെ ഞാനും കുറച്ച് നേരം അതിനകത്ത് നിന്ന് കളിച്ചു കേട്ടോ. നമ്മളുടെ ഈ സ്ഥലം പ്രോപ്പറായിട്ട് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വടക്കാഞ്ചേരി റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ അകമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് തൂമാനം വെള്ളച്ചാട്ടം വരുന്നത്. മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ ഭയങ്കര രസമായിരിക്കും. ഇതുപോലെയുള്ള നല്ല 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 രീതിയിൽ വെള്ളച്ചാട്ടങ്ങൾ വരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കും പറ്റുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് വന്ന് കണ്ടോളൂ. കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാടും ഇതുപോലെ അറിയപ്പെടുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വന്നു കഴിഞ്ഞാലും അവിടെ ഈ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇട്ട് പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക. അത് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിക്കുന്ന ഫ്രൈഡ് റൈസാണ്. പക്ഷെ ഞാൻ ആ വേസ്റ്റ് അവിടെ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ബാഗിൽ പൊതിഞ്ഞ് കൊണ്ടുപോയി വീട്ടിൽ പോയിട്ടാണ് കളഞ്ഞത്. ഇതും പറഞ്ഞുകൊണ്ട് എന്നെ ട്രോളാൻ ആരും വരണ്ട കേട്ടോ. അങ്ങനെ തണുത്ത് വിറച്ചിരിക്കുന്ന ഷാനുവിനെ കെട്ടിപിടിച്ചിരിക്കുന്ന പപ്പ. ലാസ്റ്റ് നമ്മളുടെ വെള്ളത്തിലുള്ള കളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യയോടുകൂടെ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു. ഷാനൊരു ബൈ പറയും.